ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 4-5ഓളം കമ്പനീസിൻ്റെ 90-90ഓളം വ്യത്യസ്തമായ വേക്കൻസീസും വ്യത്യസ്തമായ കമ്പനിയുടെ വ്യത്യസ്തമായ വേക്കൻസിയൊക്കെയാണ് ഞാൻ ഇന്നും വന്നേക്കണേ. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 500ഓളം കമ്പനീസിൻ്റെ വേക്കൻസീസും 500 വേക്കൻസീസും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ദുബായിൽ ജോബ് നോക്കുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ അവസരങ്ങളൊക്കെയാണ് ഈ ഒരു കാല സമയങ്ങളിൽ. കാരണം കുറേ വേക്കൻസി വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലാണെങ്കിലും സ്കൂളാണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും എൻജിനീയറിംഗ് ഇൻഡസ്ട്രി, ഓയിൽ ആൻഡ് ഗ്യാസ്, അങ്ങനെ എല്ലാ ഇൻഡസ്ട്രിയിലേക്കും പറ്റിയൊരു അവസരമാണ്. ഞാൻ ഡീറ്റെയിലേക്ക് പോവാം. കൈനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അവർ എക്സ്പീരിയൻസ് പറയുന്നില്ല, 0 to 1 year അല്ല. ഇപ്പം ഫ്രഷേഴ്സ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ്. അക്കൗണ്ട് ബാക്ക്ഗ്രൗണ്ട് പ്രിഫർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BCom കഴിഞ്ഞവർക്കോ BBA കഴിഞ്ഞവർക്കോ MBA കഴിഞ്ഞവർക്കോ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ്. ഏതെങ്കിലും ഒരു ഫിനാൻസ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പറ്റിയൊരു അവസരമാണ് ഈ കൈനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക്. അപ്പം മാക്സിമം അപ്ലൈ ചെയ്യുക. ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസിയാണ്. നോ എനി എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നില്ല. അപ്പം മെയിൽ അയക്കേണ്ടത് careers@KINETICS എന്ന് പറയുന്ന അവരുടെ മെയിലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെയിൽ ID-യും ഈ കമ്പനി ഡീറ്റെയിലും വേക്കൻസിയും ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ വരുന്നതാണ് നാഷണൽ വൈഡ് മിഡിൽ ഈസ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഓൾമോസ്റ്റ് ഒരു 10-20ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ, ഞാൻ ഡീറ്റെയിൽ പറയാം. സീനിയർ റിയൽ എസ്റ്റേറ്റ് സെയിൽസ് അഡ്വൈസറിലേക്ക് ഓൾമോസ്റ്റ് കുറേ വേക്കൻസി ഒന്നല്ല, അതിലേക്ക് തന്നെ കുറേ ഓപ്പണിങ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇൻറ്റേർണൽ സെയിൽസ് ഓഡിറ്റേഴ്സിൻ്റെ വേക്കൻസി, വീഡിയോഗ്രാഫേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് 3-4 എണ്ണം. പിന്നെ വരുന്ന പ്രോപ്പർട്ടി കൺസൾട്ടൻറ്റിൻ്റെ വേക്കൻസി, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസീസാണ് പ്രോപ്പർട്ടി കൺസൾട്ടൻ്റായിട്ട്. ഒരു 4-5 മേലെ ഓപ്പണിങ്സ് ഈ പ്രോപ്പർട്ടി കൺസൾട്ടൻ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ടാലൻറ്റ് അക്വസിഷൻ മാനേജറിലേക്ക്. പിന്നെ സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി, ഈവൻ അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 year എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ് സീനിയർ അക്കൗണ്ടൻ്റായിട്ട്. പിന്നെ ടാലൻറ്റ് അക്വസിഷൻ കോർഡിനേറ്റേഴ്സ്, സീനിയർ പ്രോപ്പർട്ടി കൺസൾട്ടൻറ്റ്, ഒരു 4-5 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് സീനിയർ പ്രോപ്പർട്ടി കൺസൾട്ടൻ്റായിട്ട്. പിന്നെ എക്സ്പേർട്ട് പ്രോപ്പർട്ടി കൺസൾട്ടൻ്റായിട്ട്, റിയൽ എസ്റ്റേറ്റ് സെയിൽസ് അഡ്വൈസറായിട്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ അവസരമാണ് റിയൽ എസ്റ്റേറ്റ് സെയിൽസ് അഡ്വൈസറായിട്ട്. അപ്പം മെയിൽ അയക്കേണ്ടത് cv@nwmea.com എന്ന് പറയുന്ന അവരുടെ മെയിൽ ID നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതാണ് റെക്സൺ മരീന എന്ന് പറയുന്ന ഹോട്ടലിലേക്ക്, 5 star ഹോട്ടലിലേക്ക്, 5 star ലക്ഷറീസ് പ്രോപ്പർട്ടിയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. അതായത് ബാർട്ടൻഡറിൻ്റെ വേക്കൻസീസ്, കിഡ്സ് ക്ലബ് ആനിമേറ്റേഴ്സിൻ്റെ വേക്കൻസി, ടീനേജ് ക്ലബ് ആനിമേറ്ററിൻ്റെ വേക്കൻസി, ലാൻഡ്സ്കേപ്പിംഗ് സൂപ്പർവൈസറിൻ്റെ വേക്കൻസീസ്, ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻസിൻ്റെ വേക്കൻസി. അതായത് ഒന്നുമല്ലെങ്കിൽ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ കോഴ്സ്, ടെക്നിക്കൽ കോഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ അവസരമാണ്. എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നേ ഇല്ല. പിന്നെ സ്പെഷ്യാലിറ്റി ഇൻ ഷെഫ്, പിസ്സ മേക്കിങ്ങിലേക്ക് വേക്കൻസി, CDPയിലേക്ക് വേക്കൻസി, വെയിറ്റർ ആൻഡ് വെയിറ്ററസ്, ഈവൻ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ അവസരമാണ്. റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ എക്സ്പീരിയൻസ് വേണമെന്ന് അവർ പറയുന്നില്ല, പ്രിഫർ ചെയ്യുന്നില്ല. വെയിറ്റർ ആൻഡ് വെയിറ്ററസ്, അതായത് ഗസ്റ്റ് സർവീസിലേക്ക്, റെസ്റ്റോറൻറ്റിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഹോസ്റ്റസ് ആയിട്ട് വേക്കൻസി, അതും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. റെസ്റ്റോറൻറ്റിൽ ഹോസ്റ്റസ് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുക, ഗസ്റ്റിനോട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഹോസ്റ്റസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ കിച്ചൺ ആൻഡ് ലോണ്ടറി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അതും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ ലോണ്ടറി സൂപ്പർവൈസേഴ്സിൻ്റെ വേക്കൻസി, പേസ്ട്രി ഷെഫ്, ജൂനിയർ സൂ ഷെഫിൻ്റെ വേക്കൻസീസ്, പിന്നെ ടെക്നീഷ്യൻ പെയിൻറ്ററിൻ്റെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഈവൻ പെയിൻറ്റിങ് അറിയാവുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് ടെക്നീഷ്യനായിട്ട്. ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ, സ്റ്റീവാർഡായിട്ട് വേക്കൻസി, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് സ്റ്റീവാർഡിലേക്ക്. ഔട്ട്ലെറ്റ് മാനേജറിൻ്റെ വേക്കൻസി. അങ്ങനെ ഓൾമോസ്റ്റ് 20ഓളം വേക്കൻസിയിൽ 10-40ഓളം ഓപ്പണിങ്സ് വന്നിട്ടുണ്ട്. അപ്പം മെയിൽ അയക്കേണ്ടത് abhishek.mahato@rixon.com എന്ന് പറയുന്നവരുടെ മെയിൽ IDയിലേക്ക് മെയിൽ അയക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് അൽ ഡാഫ്ര പ്രൈവറ്റ് അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്കൂളിലേക്ക് ഒരു 15-20ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പം മെയിൽ അയക്കേണ്ട മെയിൽ ID ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ വേക്കൻസീസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കെമിസ്ട്രി ടീച്ചേഴ്സിൻ്റെ വേക്കൻസി, എക്സ്പീരിയൻസ് അവർ പറയുന്നില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫിസിക്സ് ടീച്ചറിൻ്റെ വേക്കൻസി, മാത്സ് ടീച്ചറിൻ്റെ വേക്കൻസി, ഹോം റൂം ടീച്ചർ വേക്കൻസി, അറബിക് ആൻഡ് നോൺ അറബ്സ് വേക്കൻസീസ് വന്നിട്ടുണ്ട്.
അറബിക് ടീച്ചറിൻ്റെ വേക്കൻസി, അറബിക് ടീച്ചർ ആയിരിക്കാം, അത് നോൺ അറബ് ആണെങ്കിലും കുഴപ്പമില്ല, ഫ്രഷ് അത് അറബിക് അറിയാവുന്ന നോൺ അറബ്സിന് പറ്റിയ അവസരമാണ്. പിന്നെ സോഷ്യൽ വർക്കേഴ്സിൻ്റെ വേക്കൻസി, എനിക്കറിയാവുന്ന കുറേ പേരോട് ചോദിച്ചു സോഷ്യൽ വർക്കിൻ്റെ വേക്കൻസി ഉണ്ടോ. പിന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ, ഫ്രഷേഴ്സിന് പറ്റിയൊരു അവസരമാണ് ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ വേക്കൻസീസ്. കുറേ പേര് ഇംഗ്ലീഷ് ടീച്ചറിലേക്ക് വേക്കൻസി ചോദിച്ച് നടക്കുന്നുണ്ട്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പേഴ്സണലി, അല്ലെങ്കിൽ അല്ലാതെ തന്നെ പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ പേഴ്സണൽ അല്ലാതെ എൻ്റെ ഈ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുന്നുണ്ട്. അവർക്കൊക്കെ പറ്റിയൊരു അവസരമാണ് ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ വേക്കൻസി. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 5, 7, 10 ഓപ്പണിങ്സിലേക്ക് ഒരു 4-5 7 വേക്കൻസിയിലേക്ക് ഒരു 10-12 ഓപ്പണിങ്സ് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ 4-5 വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് ഫിസിക്സിൻ്റെ, കെമിസ്ട്രിയുടെ, മാത്സിൻ്റെ, ഹോം റൂമിൻ്റെ, സോഷ്യൽ വർക്കിൻ്റെ എല്ലാം 10-15 വേക്കൻസീസ് ഓപ്പണിങ്സ് ഉണ്ട്. അപ്പം മെയിൽ അയക്കേണ്ടത് 3-4 മെയിൽ ഐഡീസ് ഉണ്ട്. school cvs@2022@gmail.com അല്ലെങ്കിൽ hr.aa@dhafras.school.com എന്ന് പറയുന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം. അപ്പോൾ ഈ 2 മെയിൽ ഐ ഡി 3 മെയിൽ ഐ ഡീസും കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ കൊടുത്തേക്കാം, വേക്കൻസീസും കമ്പനി ഡീറ്റെയിൽ എല്ലാം കൊടുത്തേക്കാം. മാക്സിമം അപ്ലൈ ചെയ്യുക, മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം ജോബ് നോക്കി നടക്കുന്ന കുറേ പേരുണ്ട്. ഈവൻ നമ്മുടെ ദുബായിൽ വിസിറ്റിങ്ങിൽ പോയി ജോബ് നോക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ജോബ് നോക്കുന്നവരായിക്കോട്ടെ, ഇന്ത്യയിൽ നിന്ന് UAE നിന്ന് ജോബ് മാറിക്കയറാൻ നോക്കുന്നവരായിക്കോട്ടെ, അവർക്കെല്ലാം പറ്റിയൊരു അവസരം. കാരണം ഡൗൺ ലെവൽ മുതൽ സീനിയർ ലെവൽ വരെയുള്ള വേക്കൻസീസ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ മാക്സിമം അപ്ലൈ ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനും അങ്ങനെ ജോബ് ഇല്ലാണ്ട് കുറേ സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ജോബിൻ്റെ വേക്കൻസീസ് എത്തിക്കുക. ബൈ സൈനിങ് ഓഫ് ഈ ക്ലസ്റ്റർ ജോബ്സ്.